അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഗൈസ് മോർണിംഗ് വീഡിയോ ഫസ്റ്റത്തെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ വീഡിയോ നമ്മൾ എടുക്കുകയാണ്, രണ്ടാമത്തെ വീഡിയോ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വൈകുന്നേരം ഇതിപ്പോൾ ചെയ്യാം. നമ്മൾ വേണ്ട കുക്കിംഗ് വീഡിയോ, കുക്കിംഗ് ഉണ്ട്, ഷോപ്പിംഗ് വീഡിയോ ഉണ്ട്, എല്ലാം വേണ്ട ഉച്ച വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി ഒന്ന് സെറ്റാക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ അമ്മാമ്മയെ വിളിച്ചാ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെടരുത്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം, കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാം. പിന്നീട് അച്ഛൻ കോഴിക്കോട്ടെ ഇഡ്ലി യെസ് വിലക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി എന്തിനു ചെയ്യണം ഫസ്റ്റ്? ആഹാരം എന്തിരുന്ന ആരാ അതെടുത്തതാ? വെറും കോഴിക്കോട്ടെ കഴിക്കോ? വെറുതെ കോഴിക്കോട്ടെ കഴിക്കോ? എന്തിൻ്റെ കൂടെ എന്താ സാരമല്ല, കോഴിക്കോട്ടേൻ്റെ കൂടെ കോഴിക്കോട്ടെ മാത്രമേ കഴിക്കുള്ളൂ തോന്നുന്നു. ആൾക്കാരൊക്കെ തൈരും കോളിഫ്ലവർ പിന്നെ എടുക്കാം. തൈരുണ്ട്, ഇതാണ് കേട്ടോ. കഴിച്ചിട്ട് തരാം. ഇത് തൊലിക്കണം, തൊലിച്ചെടുക്കട്ടെ. തൊലിച്ചെടുക്കട്ടെ. ഇതേപോലെ തൊലിച്ചെടുക്കട്ടെ. തൊലിച്ചതുകൊണ്ട് തീയിലിനെടുത്തിട്ട് ചിക്കൻ ചേച്ചിയുടെ സാധനം വാങ്ങിക്കാൻ പോയിരുന്നു. അച്ഛൻ്റെ പട്ടിയെ പേടിയുന്നു, അന്ന് പട്ടി തന്നെ പോയി മാറിന്ന്. അടുത്തത് ചെയ്യട്ടെ. ഇവിടെ ഉണ്ട്, ഇത് ഇവിടെ വെച്ചിരുന്നില്ല, അതിനടുത്ത് ഇവിടെ വെച്ചിട്ട് തൊളിച്ചതിനെ അമ്മയ്ക്ക് കൊടുത്ത് ബാക്കി ഇങ്ങോട്ട് ചെയ്യട്ടെ. ഇനി ഇതൊരു കണവയ്ക്ക് ചെയ്യാം. കണവ ചെയ്തിട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതേപോലെ ഇതും കൂടെ തൊഴിക്കാം. ഇതിന്നും കൂടെ ഇടട്ടെ. ഇതുണ്ട്, ഇതേപോലെ ഇതെല്ലാം തൊലിച്ചിട്ട് എല്ലാം തൊലിച്ച് സെറ്റായിട്ടുണ്ട്. ഒടുക്കത്തെ നീറ്റത് എന്തൊരു കുടത്തിൽ വെച്ചിങ്ങനെ തീയലിനെ അടിക്കാൻ വേണ്ടിയിട്ട്. കുക്കറാണെന്ന് സൗണ്ട് ആവുന്നതല്ലോ കേട്ടോ. ഇത്രയും തൊലിച്ചേട്ടോ. കണ്ണുനീർ ഉൾപ്പാട്
ആരാണ്ടോ വിളിക്കുന്നത്. വെളി ഇറങ്ങിയിട്ട് കുക്കിംഗ് ഒന്നും ഇതുവരെ ഒന്നും ആയില്ല. ഞാൻ പോണേലേ ഉള്ളൂ. തേങ്ങ ഇരുവണേ, തേങ്ങ തിരുവുകയാണോ ഒക്കെ എന്തരെയുണ്ട്. തക്കാളി എല്ലാ മലക്കറി ഐറ്റങ്ങളും ഉണ്ട്. ക്യാരറ്റ്, വെള്ളരിക്ക ഞാൻ കുറച്ച് തൊളിച്ച് വെച്ചിട്ടുണ്ടേ. ഇത് ബാക്കി ഇനി കണ്ണ് നീറിയുണ്ട്, ഞാൻ വെച്ചില്ല. ഇപ്പം മാറി. തക്കാളി വേറെ കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളത് തേങ്ങ തിരുവി വെച്ചിരിക്കുകയാണ്. തേങ്ങ തിണ്ടട്ടെ. നമുക്ക് നീ എന്ത് കഴിക്കാൻ പോണ? കണവ കഴിക്കണം, പിന്നെ ഈ കറി കഴിക്കണം, പിന്നെ വേറെ എന്തെങ്കിലും കഴിക്കാം. വെള്ളം തൊലിച്ച് സെറ്റായിട്ടുണ്ട്. അതെന്തായാലും പുളി പിഴിഞ്ഞുകൊണ്ട് ഇപ്പൊ കഴിച്ചതാ. ഇനി അടുത്ത കുക്കിംഗ് കൊണ്ട് പിന്നെ ചെയ്യാം. ചെയ്തോണ്ടിരിക്കാനായിട്ട് അപ്പം പിന്നെ എടുക്കാം. ഇത്രയുണ്ട്. ബാക്കി എടുത്ത് കളയാൻ വേണ്ടി കൊടുത്ത അഴിവിയത്.
ഇന്നലെ വാങ്ങിച്ച് തിന്നു കേട്ടോ. ഇന്നലെ വാങ്ങിച്ച് തിന്നു എമ്പൊക്കെ വിട്ടുണ്ടപ്പോ കൊഴുക്കട്ടെ പറഞ്ഞപ്പോ പോയ പെണ്ണുങ്ങളിപ്പോ പൊങ്ങാനായിട്ട് തീർന്ന് സാരിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. 40 പേർക്ക് മാമി ഇന്നലെ പറഞ്ഞ 51. 51 40 പേര്. മാമിക്ക് കണ്ണുണ്ടോ 40 പേർക്കാണ് സാരി. മാമിക്ക് ഇതുവരെ ഇത്രയും കാലമായിട്ട് ഒരു സാരി പോലും കിട്ടിയില്ല. പൊങ്കാലിടാ കോവലുകളിൽ പോയിട്ട് കിട്ടോ? ഭാഗ്യമുള്ളവർ ഭാഗ്യം വേണം. അതിനൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ സാരി. ചിലപ്പം കിട്ടുമായിരിക്കും, ചില പാടാണ്. ഇതൊക്കെ തൂക്കാത്രം കഴിച്ചു. മാമി 2:30-3 മണിക്കകത്ത് വിളിക്കും. എപ്പോഴും കൂടെ ചെന്നാൽ മതി. നാളെ അമ്മ കൊണ്ടുവരും അവളിട്ട പായസം. കലമൊക്കെ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. പിന്നെ കൊതുമ്പുചൂട്ടോടെ ഉണ്ടല്ലോ ഇവിടെ നിറച്ച്. കൊതുമ്പുചൂട്ടല്ലേ ഉള്ളു. കടയിൽ നിന്ന് അരി സാധനം വാങ്ങിക്കണം. അത്ര നമുക്ക് പോകാനുള്ള പിന്നെ അവിടെ പോകാനുള്ള പറ്റൂലല്ലോ, വണ്ടിയില്ലെങ്കിൽ. ബസ്സിൽ പോകാനേ പറ്റൂ. ബസ് എപ്പോഴെപ്പോഴും കാണുമോ? മികാട്ടി നമ്മളെ സ്വന്തം വണ്ടിയിൽ പോകണേ. സ്വന്തം കിണ്ടി 2 വയസ്സാവട്ടെ, എനിക്ക് സ്വന്തം കിണ്ടി സ്വന്തം കിണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് 18 വയസ്സായില്ല. 18 വയസ്സാകുമ്പോ ഈ ജോബ് തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ഇപ്പോഴേ പിന്നെ ആണി സ്പൂണും നട്ടും ബോട്ടും മുടിക്കൊണ്ടാണ് നടക്കുന്നത്. തീരുമാനമാവുന്നാണ് തോന്നുന്നത്. നീ എടുക്കണമെങ്കിൽ നല്ല പുതിയത് എടുക്കണം. അപ്പോൾ വണ്ടിക്ക് പണിയാവില്ല. പഴയതാണെങ്കിൽ എന്നും പണി ചെയ്ത് കയ്യിലിരിക്കുന്ന പൈസ കളയാൻ കയ്യിലിരിക്കുന്ന പൈസ അത്രയും പോകും. പുതിയ വണ്ടി ഇനി എന്നെടുക്കേ? പുതിയ വണ്ടി നന്നാക്കണ പൈസ മതി. പുതിയ വരണം. പുതിയ വണ്ടിയൊക്കെ ഇനി എന്നെടുക്കും? ജോലി ചെയ്ത് കുറേശ്ശെ അടച്ചാൽ മതിയില്ല മാസം തോറും. 2 വയസ്സാകുമ്പോൾ ഞാൻ വണ്ടി ഓടിക്കാതെ ഒരുമിച്ച് അടയ്ക്കണ്ടല്ലോടാ. ഒരുമിച്ച് അടയ്ക്കണ്ട. നിങ്ങാട്ടി ഈ വണ്ടി വണ്ടിയുടെ പുതിയ വണ്ടി എടുക്കണേ. ഏത് നല്ലതെന്ന് എനിക്കുള്ളതാണ്. ജൂപ്പിറ്ററാണ് അതിന് നല്ലത്. നീ പോണെങ്കിൽ പോ. ഞാൻ പോണില്ല. ഇവിടത്തെ കാര്യം ആരും നോക്കും? എന്തൊരു എന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകും? അതല്ല, ഇവിടത്തെ കാര്യങ്ങൾ ജോലി. നീ എന്തെയ്യണ? ഉള്ളി ചെയ്യണ്ടേ? ഇവിടെ എന്തെല്ലാം ജോലി എടുക്കണേ? നല്ല വെയിലടിച്ചെങ്കിൽ ആ ഇന്നലെ കണവ വറുത്ത് കഴിയുന്നതും കൊഞ്ചുമൊക്കെ ഉണങ്ങി ഭയങ്കര നാറ്റം. ഈച്ച പൊതിഞ്ഞ് കിടക്കണം. കണവരെ വേസ്റ്റ് കൊണ്ട് വീത്തിയെടുത്തത്. എന്തേരി പോയി ഉണ്ടല്ലേ സൗണ്ട് നിന്നു. ശരിയായോന്നതാണ് പിന്നെ പോയി. കറണ്ട് പോയാൽ പിന്നെ കുറെ നേരത്തേക്ക് നോക്കാൻ വേണ്ട.
എടുത്ത് കളയാനുള്ള നേരമായി ഈ ഫ്രിഡ്ജിന്. അയാൾ ഒരിക്കൽ ഒരാൾ നന്നാക്കാൻ വന്നില്ലേ, അയാൾ പറഞ്ഞു കുറച്ച് നാളും കൂടെ ഇത് ഇരിക്കുള്ളൂ ഈ ഫ്രിഡ്ജേ. നോക്ക് നോക്ക് അഗാമി വിളിക്കണമെങ്കിൽ നമുക്ക് പോകാം കേട്ടോ, പിന്നെ എടുക്കാം. തൊലിച്ച് കഴിഞ്ഞല്ലേ. ഹലോ ഹലോ എന്നിട്ട് വച്ച പെട്ടെന്ന് തന്നെ മ്യൂട്ടായിട്ട് ഇടക്കണം, എന്തരായിട്ട് ഇടക്കണം നോക്കിയാൽ എട് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ കണ്ട മറ്റത് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം അതിൻ്റെ തമ്മിൽ ഇപ്പം എടുക്കുന്നതാണ്. അതെവിടെയാണ് വെച്ചെടുത്തത് എവിടെ എന്നാണ് അതെവിടെ വെച്ചിരിക്കുന്നുണ്ട്. അത് ഇവിടെ കൊഞ്ചെടുത്ത് വെച്ചിരിക്കുന്നേ നോക്കട്ടെ. അതെടുക്കല്ലേ അടച്ചു വെച്ചിരിക്കണത്, കുറച്ച് പൊക്കി എടുക്കണ എല്ലാം പറയുന്നത് മരിച്ചിനി വയ്ക്കും അടങ്ങ് വാങ്ങണമെങ്കിൽ പിന്നീട് വെച്ചാൽ മതി. മരിച്ചിനി മറ്റേതൊക്കെ അത് കണാവ ആദ്യം വയ്ക്കാനുള്ള ആ സാധനം ആദ്യം വെച്ചിട്ട് മറ്റേതൊക്കെ ചെയ്താൽ മതി. ദ്രവ വാങ്ങാൻ പോയിരിക്കുന്നു. ഇതര കാണാൻ തരും. മരിച്ചിട്ട് തിന്നൂടെന്ന് അറിയാം, പിന്നെ എന്തിനാണ് ഈ മരിച്ചിന് എപ്പോഴെപ്പോഴും വാങ്ങണത്? അതിനാണ് കേസ്. മരിച്ചിനി തിന്നല്ലെന്ന് പറഞ്ഞാലും കേൾക്കില്ല. ഈ BP ഒക്കെ ഉള്ളവർക്ക് ഇത് കഴിച്ചിട്ടല്ലേ? BP കൊളസ്ട്രോളാ എന്തിനാണുള്ളത്? ഷുഗർ. അച്ഛന് ഷുഗർ ഉണ്ടോ? അപ്പം ഉണ്ടെന്ന് പറഞ്ഞു ഷുഗർ. ഇപ്പോഴും സൂക്ഷിക്കണം. മരിച്ചിന് കിഴങ്ങ് വർഗ്ഗം അങ്ങനെ അത്ര കഴിക്കാൻ പാടില്ല. പിന്നെ ആ ഇറച്ചി ഐറ്റം അങ്ങനെ കഴിക്കാൻ പാടില്ല. ഇറച്ചി കഴിക്കാമെന്ന് തോന്നണം, എനിക്ക് അറിഞ്ഞിട്ടില്ല. ബീഫ് കഴിക്കാൻ പാടില്ല. ചിക്കൻ കഴിക്കാം. ചിക്കൻ ആകുമ്പം തലയ്ക്ക് ഒത്തിരി ഒരു ഇത് കിട്ടും, ബുദ്ധി. തലയ്ക്ക് ബുദ്ധി, തലയിൽ ബുദ്ധി കിട്ടുന്ന ഒരു സാധനമാണ് ചിക്കൻ. ഇപ്പൊ എന്തായാലും ചെയ്യാൻ പോണ എന്തിനാണ് ധൈര്യം എന്തിനു ചെയ്യാൻ പോണ ലേരിന് എൻ്റെ അകത്തിട്ടായിരിക്കും പോണം. കടക്ക് ഇടാനുള്ള സെറ്റപ്പ് ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്നേ എനിക്ക് അരിയാൻ പറ്റും. എനിക്ക് ഇഷ്ടമല്ല അരിയണത്, വറക്കണതൊക്കെ. അരിയണമെന്ന് ഞാൻ ശീലിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടമല്ല അരിയണതൊക്കെ. പൊലിക്കാനൊക്കെയാണ് എനിക്കിഷ്ടം, അരിയണതേ എനിക്കിഷ്ടമല്ല. കണ്ട ഇപ്പൊ അമ്മയ്ക്ക് വല്ല അറിഞ്ഞൂടാ അരിയണത് എങ്ങനെയാണ്. കണ്ട നീളത്തിനരിയണത് തീയരുന്നത് മറ്റേ ഇങ്ങനെ നീളത്തിനരിയണത് നീളം അതാണ്ട് ഇങ്ങനെ. ഇത് നീളമില്ലേ, ഇങ്ങനെ അരിഞ്ഞിരിക്കണത് തീയലാണ് ഇങ്ങനെ അരിയണത്. പക്ഷെ ഇങ്ങനെ അരിയണത് കണ വയ്ച്ചതുണ്ട്, ഇങ്ങനെ കഷ്ണം കഷ്ണം കണ വയ്ച്ചത് അങ്ങനെയൊക്കെ ഉണ്ട്. വട്ടത്തിന്റെ അരിയണത്, വട്ടത്തിന്റെ കണവ
കണവ ഇറച്ചി അങ്ങനത്തെ ഇറച്ചി എന്തിനാ അങ്ങനെയൊക്കെ അരിയണത്? സാമ്പാർ എന്തിനാണ് അങ്ങനെയൊക്കെ അരിയണത്? അതൊക്കെ ഉണ്ട്, നിനക്ക് അറിഞ്ഞൂടാത്തോണ്ട്. അങ്ങനെയൊക്കെ അരിഞ്ഞ ടേസ്റ്റ് വരുള്ളൂ അങ്ങനെയല്ലോ. അങ്ങനെയൊന്നുമില്ല. പിന്നെന്ത് പണ്ടത്തെ ഓരോ കളവിമാരെ ഓരോ പാചകങ്ങൾ അവരെന്നാ കണ്ടിട്ട് നമ്മള് വരും തലമുറകൾ പഠിച്ചത്. ഇതൊക്കെയാണ് ഇനിയെങ്കിലൊക്കെ അരിഞ്ഞ് ഓരോന്നിനും ഓരോ സ്റ്റൈല്. പണ്ടത്തെ കളിമാരൊക്കെ ഇങ്ങനെ തന്നെ കേസ്. ഇപ്പോൾ പിള്ളേണ്ട കൈന്തലവി. അയ്യാ, എനിക്ക് ഉള്ളിക്കാനും ചേവിയുണ്ട്. എനിക്ക് പിച്ചാത്തി ഇട്ട് ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ചെയ്യാത്തത്. പേടി തന്നെ, പേടി തന്നെ. എനിക്ക് പേടി, എനിക്ക് പണ്ടേ പിച്ചാത്തി തുടങ്ങുമ്പോ പേടി തന്നെ. നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. പിച്ചാത്തി ഇടുമ്പോ നിങ്ങൾക്കും പേടി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. നിങ്ങൾക്ക് ഇത് മുറിയും എന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലെ പേടിയുള്ളത് പിച്ചാത്തി ദേഹത്ത് വന്നപ്പോ പേടിയുള്ളവര് കമന്റ് ചെയ്യണം. അറിയല്ലേ, പിച്ചാത്തി ദേഹത്തുള്ള സുഖം. അമ്മ അരിയിട്ട്, ഞാൻ അറിയില്ല, അമ്മ അരിയിട്ട്. അയ്യോ, ഇനി മഴ പെയ്യോ തേരി ഇന്നലത്തെ പോലെ മഴ പെയ്യുന്ന വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളത് അരിയിട്ട്. സമാധാനായില്ല, വന്നില്ല. ആദ്യത്തെ വ്ളോഗ് തീർന്നില്ല. ഈ 2 വ്ളോഗും കൂടെ ഒരുമിച്ചിടാന്ന് വിചാരിച്ചേട്ടോ. കുറെ പണികൾ കിടപ്പുണ്ട്, അതെല്ലാം ചെയ്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വീഡിയോ ഒരു 3 മണി കഴിച്ചതിന് ശേഷം നോക്കട്ടെ കേസ്. ഇത് ഞാൻ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ വൈഫൈ യൂസ് ചെയ്യണേ. എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും വൈഫൈ ആണ് യൂസ് ചെയ്യുന്നത്. കറണ്ട് വന്നല്ലോ. ഓ ഇങ്ങനെ വെള്ളം വെച്ചു കൊടുക്കാൻ. ഇതാറ് ചെരുപ്പ്, അമ്മൻ്റെ ചെരുപ്പ്. അപ്പം അച്ഛൻ്റെ ചെരുപ്പായിരിക്കും ഇട്ടുകൊണ്ട് പോയി. എൻ്റെ ചെരുപ്പ് അപ്പുറത്തൊക്കെ, അത് എടുക്കട്ടെ കേസ്. ഒരു രക്ഷയില്ല. ഞാൻ അതിൽ എന്തോരം എടുക്കാൻ വേണ്ടി ആ വഴി അത് ചെയ്ത് കഴിഞ്ഞു. ഇനി വെള്ളം വെച്ചു ഇപ്പം അവിടെ കിടപ്പുണ്ട് ആശായി. ചെരുപ്പ് മറിച്ചും തിരിച്ചു കിട്ടില്ല ഇപ്പം. അപ്പം ഞാൻ വേണ്ട വ്ളോഗ് ഇപ്പം വൈകിട്ട് പിന്നില്ല. അതിന് മുന്നേ കുക്കിംഗ് ഉണ്ട് കുറച്ച്. എൻ്റെ അവിടെ എണ്ണയിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ വെള്ളം വെച്ചിട്ടെടുക്കട്ടെ കേസ്. വെള്ളം വെച്ചിട്ടെടുക്കാം. കണ്ടിരിക്കണൊക്കെ അവിടെ. അയ്യോ എൻ്റെ വെള്ളം വെച്ചെടുക്കട്ടെ കേസ്. മതി കേട്ടോ. വിജയസിനി അത് കൊണ്ടു കൊടുക്കാം. ഇവിടെ എന്തരായേ ആയോ? സവാളയും ഉള്ളി അരിഞ്ഞിടണം കേട്ടോ. ഇനി വെള്ളം കൊടുക്കട്ടെ. വെള്ളം വെച്ച് കൊടുക്കട്ടെ. വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അടുക്കളയിലോട്ട് പോകാം.
ജീരപ്പൊടി തുടച്ച് മാറ്റി കാണിക്കുന്നുണ്ട്. അടുക്കളയിൽ വരുന്ന നല്ല സവാള ചെയ്യാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ അടുത്ത്. സവാള എനിക്കറിയാം, എളുപ്പമല്ലേ. ആയിരുന്നു ഞാൻ ഇട്ടാ ചെയ്യും. ഇങ്ങനെ മാറിയാണ് പറഞ്ഞു. എന്ത് ഇടയ്ക്കിടയ്ക്ക് വിശപ്പ്? എന്നാ പിന്നെ നമ്മളെ സിന്ധുവാമി അവിടെ കിടന്ന് വിശന്നിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തിന്നണത്. സുരേഷാവിന്റെ ഭാര്യ ജോലി ചെയ്യുമ്പോ എപ്പോഴും തിന്നോണ്ടാ നടക്കുന്നത്. അമ്മയെ പോലെ 10 മണിക്ക് കൊണ്ടുവരും, ഉച്ചയ്ക്ക് തിന്നു. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ജോലി ചെയ്താൽ മതി. ഉള്ളൂ ചെയ്താൽ മതി. 1.5 മണിക്കൂർ. അത് തൊഴിലുറപ്പ് കാര്യം. അടുക്കള അങ്ങനെയല്ല, ജോലി ചെയ്തോണ്ടിരിക്കുകയുണ്ടായി. പിന്നെ കറിയൊക്കെ ആലോചിക്കും. 2-3 കറി വച്ച് ചെയ്ത് അങ്ങനെ പറ്റത്തില്ലേ? കൂടുതൽ കറി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു രസമാണ്. ഇത് കിണ്ടല്ലേ? കിണ്ടണ്ടേ? കിണ്ട ഇതെവിടെ? അത് അപ്പോൾ ഒരു സ്പിന്നെടുക്കാം. സ്പിന്നെടുക്കാം. ഇന്നലത്തെ കൊഞ്ച് പൊരിച്ചും കൊടുക്കുന്നു. അതിനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ അങ്ങനെ തിന്നാന്നോ മാറ്റം പിടിച്ചായിരുന്നു. അവർ മാറ്റുണ്ടെന്നതായതുകൊണ്ട് കുറ്റം പറയാത്തൊന്നും. നമ്മളെല്ലാം വെച്ച് വെച്ചിരുന്നെങ്കിൽ കുറ്റം പറഞ്ഞു വെച്ചിരുന്നു. നമ്മൾ ചെയ്യുമ്പോൾ കിണ്ണം വഴിച്ച് നോക്കി വെച്ചിരിക്കുന്നു. കൊഞ്ച് കൊടുത്ത പാത്രം. അപ്പോൾ സവാളയും ഉള്ളിയും കൂടെ വഴക്കട്ടെ. മതിയാ ഞാൻ വഴട്ട നിനക്ക് ഇഷ്ടമുണ്ടോ? എന്തൊരു മീന്? എന്തൊരു മീന്? ഇത് എന്ത് ഇഷ്ടമല്ലാത്തത്? ഞാൻ കഴിക്കില്ല. ഓ ഞാൻ കഴിക്കും, ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ എവിടെ പോയിരിക്കണേ? അരിഞ്ഞ് തീന്നില്ലേ? എന്തായിരിക്കും സവാള വാരി ഇടണത്? മഴയും കൂടെ പെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ മഴ പെയ്യണ്ട, ഉണങ്ങി പോട്ട്. എന്തേലും ഉണങ്ങി പോട്ടെന്ന്. മറ്റേ ഇതിൻ്റെ വേസ്റ്റുകൾ. എനിക്ക് ഈ കിണ്ടണതും തൊലിക്കണതൊക്കെയാണ് ഇഷ്ടം. അരിയണത് എനിക്ക് ഇഷ്ടമേ അല്ല. മുകളിൽ കിടന്ന് ബഹളം കാണിക്കുന്നവരെ ഓട്ടിച്ചുകളോ. അരിയണമെങ്കിൽ ഞാൻ വച്ച് ബ്രൗൺ കളറാണെന്ന് തോന്നുന്നു കേട്ടാ. എന്നാ പിന്നെ അരിഞ്ഞിട്ടിട്ട് ചെയ്താ പോരായിരുന്നോ? മുളക് കേട്ടോ.
ഗുണ്ടുമുളക്, പച്ചമുളക്, എന്നാ ഉപ്പ്, കറക്റ്റ്. ഉപ്പ് അങ്ങനെ. ഇത് ബ്രൗൺ ആവണ്ടേ? ഓക്കേ. ഇത് ബ്രൗൺ ആവുന്ന വരെ കിണ്ടേണ്ടി വരും. ഇനി ഒന്നും ഇടായില്ലല്ലോ. ചവക്കി കിണ്ടട്ടെ, പിന്നെ എടുക്കാം. കിണ്ടി ഏകദേശമായി. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്യാണ്. ഉണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ. കുറച്ചും കൂടെ ഇട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ ഇടണം. കുറച്ചും കൂടെ ഇട്ടിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചതച്ചെടുത്തത്. പേസ്റ്റല്ല, ചതച്ചത്. ഉള്ളി, സവാള, 2 ഐറ്റം മുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. എന്താ 11:57, 12 മണിയാകുമ്പോൾ പോണേ ഉള്ളൂ. വെളുത്തുള്ളി, ഇഞ്ചി അരച്ച് ഇനി വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി നോക്ക്. ഇനി അതും കൊണ്ടുവരും. 1 മണിയാവാറാകുമ്പോഴേക്കും. നല്ല സുഗന്ധം. നല്ല സുഗന്ധം വരുന്നുണ്ട് കേട്ടോ.
ബ്രൗൺ ആവാണ്ട് ഇനി. ഇനി വെളുത്തുള്ളി ചതക്കി. വെളുത്തുള്ളി ചതച്ചത്. മണം. നേരത്തെ ഇഞ്ചി ഇട്ടമായിരുന്നു, ഇപ്പൊ വെളുത്തുള്ളി. കിണ്ടണമെങ്കിൽ കിണ്ണിക്കോ കഴിഞ്ഞെങ്കിൽ. ഓക്കെ, അപ്പം നമ്മൾ എത്രയും കിണ്ടിയിട്ടുണ്ട്. ഇനി അമ്മ കേട്ടെ. ഓക്കെ, അപ്പം നമുക്ക് വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കട്ടെ. നല്ല ഏകദേശം സെറ്റായി വന്നിട്ട് ഈ കാണാവോ അതിലോട്ടിട്ട് വെന്തപ്പം അതിൻ്റെ കളറ്. കിണ്ടണം. സ്റ്റാൻഡ് സെറ്റ് മഞ്ഞപ്പൊടി വാങ്ങിക്കണം, വെളുത്തുള്ളി വാങ്ങിക്കണം. ആറ് കാണാൻ പേതാണ്. മഞ്ഞപ്പൊടി അന്ന് മാവേലി ഇല്ലായിരുന്നു, ചോദിച്ചപ്പോഴില്ലായിരുന്നു. പിന്നെ പൊടി, മുളക് പൊടി. കാശ്മീർ മുളക് ഇതിനെക്കാട്ടി ചുവപ്പാണല്ലേ? അത് വാങ്ങാൻ കിട്ടൂലേ? കിട്ടാതെന്ത്? ശേ, കിട്ടുമോ? വാങ്ങാതെന്ത്? ഓ, കാക്കയിലേക്ക് ഞാനില്ല കാക്ക. ഒന്ന്
മഞ്ഞൾപ്പൊടിയും അല്ല, ഇത് മല്ലിപ്പൊടിയും വറുത്ത മല്ലിപ്പൊടിയും വറുത്തല്ല, എല്ലാം പച്ച ഇല്ല, പച്ച മല്ലിപ്പൊടി പൊടിച്ചത്, കോൾഡിയർ പൗഡർ, മസാല പൗഡർ, എന്റെ തന്നെ ഞാൻ എടുക്കണതുണ്ട്. എവിടെ ഇത് നിന്റെതാണ്? ഇതും പറഞ്ഞു എന്റെ തന്നെ എടുക്കണത്. പാട് തേങ്ങ അരിവാൻ വേണ്ടി പോയിട്ടോ. കിണ്ടട്ടെ കരണില്ലല്ലേ? ഞാൻ കിണ്ട സെറ്റാവും കേട്ടോ. കിണ്ടട്ടെ ഗൈസ്. തേങ്ങ ഇട്ട് തേങ്ങ ഇട്ട് കേട്ടോ. ഈ വെള്ളം ഒഴിക്കണ്ടേ? ഞാൻ ഇച്ചിരി കറി വയ്ക്കാൻ പോണം കേട്ടോ. അല്ലേ കണ ഇവിടെ തോരനല്ലേ ചേർക്കാൻ വെക്കണത്? കണവ തോരൻ
ഞാൻ കണവ മീൻ കറി വെച്ചത്. ഞങ്ങൾ തോര വെച്ചാലേ കൊള്ളാം. ഞാൻ കണ്ട അല്ലെങ്കിൽ ഒരു കഷ്ണം ഉടഞ്ഞു കുത്തി കുത്തി ഇങ്ങോട്ട് നോക്കട്ടെ. ഉടഞ്ഞൂടെ തോരനുള്ള വലിപ്പം. ഇങ്ങനെ ഇളക്കാൻ ഉണ്ടാവും. അതെനിക്കറിയാം കേട്ടോ. ശരിയായേ. ശരിയായി നന്നുണ്ടല്ലോ. ഇപ്പം കൂടെ നോക്കിയിട്ട് വാങ്ങാം. ഉപ്പ് നോക്കൂ, ഉപ്പ് നോക്കൂ, ഉപ്പ് നോക്കൂ, ഉപ്പ് നോക്കൂ. ശരിയായി. കുറച്ചുകൂടെ ഉപ്പിടാല്ലോ. അങ്ങനെ മതി. ഉപ്പ് വേണ്ടല്ലോ. തീന് കട വറക്കില്ല. തീന് കട വറക്കാതുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് കാണാനും ഇല്ലല്ലേ സാറേ. ഒഴുകട്ടോടാ. സൂപ്പർ. നിർത്ത്. തീനല്ലേ. എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാം ഈ വീഡിയോ തീരുകയാണ്. എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അയ്യോ ഗസ് ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉള്ള അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെ ബൈ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ. ബാക്കി ഇതെന്താ ചെയ്യണം, ഇതെന്താ അരിയണം. ഇനി ഇതും കൂടെ വെച്ചാൽ അതില്ല. അപ്പം ഇതും കൂടെ വയ്ക്കണം. ഒരു കുക്കിംഗ് കൂടെ ഉണ്ട്. അത് വെച്ചാൽ മരിച്ചിനിയും പിന്നെ ഈ ഇപ്പം എടുത്തോണ്ട് പോയ സാധനം, ഇപ്പം കാണിച്ചിരുന്ന സാധനം അതും കൂടെ വയ്ക്കാറുണ്ട്. പയർ എല്ലാം കൂടെ വയ്ക്കാറുണ്ട്. അപ്പം ഈ വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുക്കിംഗ് വീഡിയോ നമുക്ക് ഈ കളവയും ഇതും ടേസ്റ്റ് ഒരു ഈറ്റിംഗ് ചലഞ്ച് നടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. കണവ വീസ് മറ്റേ ഈ കറി ഉണ്ടല്ലേ, മറ്റേ നമ്മൾ ഫസ്റ്റ് വെച്ചൊരു കറിയുണ്ട്, തീയലേറി. ആ തീയലേറിയും ഈ കണവ കറിയും കൂടെ ഉള്ള തോരനും കൂടെ ഉള്ള ഒരു കിടുക്ക്, എല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു കിടുക്ക് ഒരു ഈറ്റിംഗ് ചലഞ്ച് നടത്താൻ വേണ്ടി പോകുന്നു. അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് കഴിക്കണം ആണ് ചലഞ്ച്. പെട്ടെന്ന് കഴിക്കും ഇല്ല, പെട്ടെന്ന് അമ്മയും കൂടെ ഇരിക്കും. പെട്ടെന്ന് ചലഞ്ച് ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ചലഞ്ച് ഇപ്പം തുടങ്ങൂല. ഇത് കുക്കിംഗ് ചെയ്തതിന് ശേഷം ചലഞ്ച് ഇവിടെ ആരംഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബാക്കി പരിപാടികൾക്ക് പോകാം.